ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 5th സ്റ്റാൻഡേർഡിലെ ആരോഗ്യ കായിക വിദ്യാഭ്യാസം, കലാവിദ്യാഭ്യാസം, തൊഴിൽ ഉദ്ഗ്രഥ വിദ്യാഭ്യാസം ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓണം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ആരോഗ്യ കായിക വിദ്യാഭ്യാസമാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പതിവായി കഴിക്കുന്നത് കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഏത്? പഴങ്ങൾ, ധാന്യങ്ങൾ, പച്ചക്കറികൾ, ജങ്ക് ഫുഡ്. ഏതായിരിക്കും? അതെ, ജങ്ക് ഫുഡ് ആയിരിക്കും അല്ലേ. ആൻസർ എന്താ വരിക? ജങ്ക് ഫുഡ്. ദെൻ ചേരുംപടി ചേർക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. ശവാസനം, താടാസനം, ഭുജംഗാസനം എന്നിവയാണ് നൽകിയിട്ടുള്ളത്. ശവാസനം കൂട്ടുകാരെന്ന് പറഞ്ഞ ഏതായിരിക്കും? ശരി ഉത്തരമാണ്. അതായത് ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ട് ആദ്യം നിങ്ങൾ എന്ത് ചെയ്ത് യോജിപ്പിച്ച് വരച്ചു കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഓപ്ഷൻസ് ഓരോന്നായിട്ട് നിങ്ങൾ നോക്കുക. അപ്പോൾ നോക്കിക്കേ, ശവാസനം പുനഃപ്രാപ്തി നേടാൻ സഹായിക്കുന്നു. ശവാസനം പുനഃപ്രാപ്തി നേടാൻ സഹായിക്കുന്നു. ഇനി താടാസനമോ? താടാസനം ശരീര ഏകോപനം, സന്തുലനം എന്നിവ കൈവരിക്കാൻ സഹായിക്കുന്നു. ഭുജംഗാസനം മുതുകിലെ എല്ലുകൾക്ക് ബലം നൽകുന്നു. അപ്പം A 2, B 3, C 1. ആൻസർ ഓപ്ഷൻ A ആണല്ലേ അപ്പോൾ വരുന്നത്. ഓക്കെ, ആൻസർ ഓപ്ഷൻ A. ഇനി നോക്കിക്കേ, കായിക വിനോദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഉല്ലാസത്തിന് വേണ്ടി ഏർപ്പെടുന്ന കായിക പ്രവർത്തനത്തെയാണ് നമ്മൾ എന്ത് പറയുക? കായിക വിനോദം എന്ന് പറയുന്നത് അല്ലേ. അപ്പം എന്താ കൂട്ടുകാരെ കായിക വിനോദം? ഉല്ലാസത്തിന് വേണ്ടി ഏർപ്പെടുന്ന കായിക പ്രവർത്തനമാണ് കായിക വിനോദം. ഇനി ശരീര സംസ്ഥിതി എന്നാൽ എന്ത്? ശരീര സംസ്ഥിതി എന്താണ്? ഓരോ അവസ്ഥയിലും ഇരിപ്പ്, കിടപ്പ്, നടപ്പ് തുടങ്ങിയവയിൽ നമ്മുടെ ശരീര അവയവങ്ങൾ ശരിയായ രീതിയിൽ വയ്ക്കുന്നതാണ് എന്തിനെ പറയുന്നത്? ശരീര സംസ്ഥിതി എന്ന് പറയുന്നത്. ഓരോ അവസ്ഥയിലും ഇരിപ്പ്, കിടപ്പ്, നടപ്പ് തുടങ്ങിയവയിൽ നമ്മുടെ ശരീര അവയവങ്ങൾ ശരിയായ രീതിയിൽ വയ്ക്കുന്നതാണ് ശരീര സംസ്ഥിതി. ഈ 5 മുതൽ 7 വരെ തന്നിരിക്കുന്ന ചോദ്യങ്ങളിൽ AB ചോദ്യങ്ങളുണ്ട്. അവയിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. പുനഃപ്രാപ്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. പുനഃപ്രാപ്തി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് എന്താണ് പുനഃപ്രാപ്തി? ഏതൊരു കായിക അധ്വാനത്തിനു ശേഷവും ശരീരം പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി വരുന്ന അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്? പുനഃപ്രാപ്തി എന്ന് പറയുന്നത് അല്ലേ. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നോക്കിക്കേ, വിശ്രമം എന്നാൽ എന്ത്? ശാരീരികമായും മാനസികമായും സ്വസ്ഥമായിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുക? വിശ്രമം എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, 6ാമത്തെ ചോദ്യം, ഹമ്മിങ് ബീ പ്രവർത്തനം വിശദീകരിക്കുക. ഹമ്മിങ് ബീ പ്രവർത്തനം എന്താണെന്ന് വിശദീകരിക്കുക. എന്താണ്? തള്ളവിരലുകളാൽ ഇരുചെവികളും ചൂണ്ടുവിരലുകളാൽ ഇരുകണ്ണുകളും അടച്ചു പിടിക്കണം. ദീർഘമായി ശ്വാസം എടുത്തുകൊണ്ട് തേനീച്ച മൂളുന്ന ശബ്ദത്തോടു കൂടി ശ്വാസം പുറത്തേക്ക് വിടുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹമ്മിങ് ബീ പ്രവർത്തനം എന്ന് പറയുന്നത് അല്ലേ. ഇനി താടാസനം ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാന്ന് വിശദീകരിക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? എന്താണ് ഗുണങ്ങളാണല്ലേ. അപ്പം എന്തൊക്കെയാണ് താടാസനം ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? കൈകൾ ശരീരത്തോട് ചേർത്ത് വയ്ക്കുക. കൈകൾ എന്ത് ചെയ്യുക? മുകളിലേക്ക് വിടർത്തി ചെവിയോട് ചേർത്ത് കൈപ്പത്തികൾ സമാന്തരമായി വയ്ക്കുക. കൈപ്പത്തിയുടെ ഉൾവശം മുകളിലോട്ടാകുന്ന വിധം ഇരു കൈകളും ചേർത്ത് പിടിക്കണം അല്ലേ. ഇനി വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യുന്ന പ്രധാന കാര്യങ്ങൾ എന്തെല്ലാമാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്? രാവിലെയും രാത്രിയും പല്ലും വായും വൃത്തിയാക്കുക, വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, കൃത്യമായി നഖങ്ങൾ മുറിക്കുക, ഭക്ഷണത്തിന് ശേഷവും മുമ്പും കൈകൾ വൃത്തിയായിട്ട് കഴുകുക, ടോയ്ലറ്റിൽ പോയതിനു ശേഷം എന്ത് ചെയ്യുക? കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. ഇവയൊക്കെ ചെയ്യുക അല്ലേ. ഇനി ഒരു ദിവസം കുടിക്കേണ്ട വെള്ളത്തിൻ്റെ അളവ് എത്ര? പട്ടിക പൂർത്തീകരിക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. 4 മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികൾ എത്രയാണ്? 1.6 ലിറ്ററാണ്. 1.6 ലിറ്റർ. ഇനി 9 മുതൽ 13 വയസ്സ് വരെ എത്രയാണ്? 24 ലിറ്ററാണ് അല്ലേ. 9 മുതൽ 13 വയസ്സ് വരെ 24 ലിറ്റർ. ഇനി നല്ല ആഹാരശീലങ്ങൾ എന്തെല്ലാമെന്ന് വിശദീകരിക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് നല്ല ആഹാരശീലങ്ങൾ? വ്യായാമം കഴിഞ്ഞ് കുറഞ്ഞത് 1 മണിക്കൂർ ശേഷം ഭക്ഷണം കഴിക്കുന്നത് ശീലമാക്കുക. അതുപോലെ പ്രഭാത ഭക്ഷണം ഒരിക്കലും ഒഴിവാക്കരുത്. ജങ്ക് ഫുഡ് പരമാവധി ഒഴിവാക്കുക. ആഹാര സാധനം ചവച്ചരച്ച് കഴിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. അത്താഴം കഴിക്കാൻ വൈകരുത്. ഉറങ്ങുന്നതിന് കുറഞ്ഞത് 2 മുതൽ 3 മണിക്കൂർ വരെ മുമ്പെങ്കിലും അത്താഴം കഴിക്കണം.
ഓക്കെ, ഇനി കലാവിദ്യാഭ്യാസമാണ് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 ഉത്തരം എഴുതുക. നിങ്ങൾ വരച്ച പൂക്കളുടെ രേഖാചിത്രങ്ങൾക്ക് ജലചായം കൊണ്ട് നിറം കൊടുത്തപ്പോൾ നീലയും മഞ്ഞയും കലർന്നുപോയി. അപ്പോൾ ഉണ്ടായ നിറം ഏതാണെന്ന് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഏതാണ് നിറം? അത് പച്ചയാണല്ലേ. ഏതാണ്? പച്ച. ദെൻ താഴെ കൊടുത്തവയിൽ കൃഷിപ്പാട്ടിന് ഉദാഹരണം എഴുതുക. താഴെ കൊടുത്തിട്ടുള്ള കൃഷിപ്പാട്ടിന് ഉദാഹരണം ഞാറ്റുപാട്ടാണ് അല്ലേ. ഞാറ്റുപാട്ട്. ഇനി വ്യത്യസ്തമായത് ഏത്? ഭരതനാട്യം, കഥകളി, തെരുവ് നാടകം, കുച്ചിപ്പിടി. ഏതാണ്? വ്യത്യസ്തമായത് തെരുവ് നാടകമാണ് അല്ലേ. തെരുവ് നാടകം. ഇനി ചിത്രത്തിൽ കാണുന്ന കലാരൂപത്തെ തിരിച്ചറിയുക. ഇത് ഏതാണ്? കഥകളിയാണല്ലേ. ആൻസർ ഓപ്ഷൻ എ, കഥകളി. ഇനി സിനിമ ചിത്രീകരിക്കുന്നതിന് സഹായകമായി വരയ്ക്കുന്ന ചിത്രങ്ങളെ ഡാഷ് എന്ന് പറയുന്നു. എന്താണ് നമ്മൾ പറയുക? സിനിമ ചിത്രീകരിക്കുന്നതിന് സഹായകമായി വരയ്ക്കുന്ന ചിത്രങ്ങളെ സ്റ്റോറി ബോർഡ് എന്ന് പറയുന്നു. സ്റ്റോറി ബോർഡ് എന്ന് പറയുന്നു. നിങ്ങൾക്ക് പരിചിതമായ ഏതെങ്കിലും വായ്ത്താരികൾ വരുന്ന 2 നാടൻ പാട്ടുകൾ കണ്ടെത്തി എഴുതുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. എന്താണ്? തന്നാനെ താനാത്തിരുന്ന് തന്നാനെ അതിയില്ലല്ലോ അന്തമില്ലല്ലോ എന്നുള്ളൊരു നാടൻ പാട്ടുണ്ടല്ലേ. അതുപോലെ തന്നെ രാരിക്കും രാര്യരും രാര്യരും മഴ പെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെടി, അങ്ങനെയൊക്കെ തുടങ്ങുന്ന കുറേ നാടൻ പാട്ടുകളുണ്ടല്ലേ. അപ്പോൾ ഏതെങ്കിലും 2 നിങ്ങൾ എഴുതിയാൽ മതി. ഇനി പ്രാദേശിക നൃത്തങ്ങൾ എന്നാൽ എന്ത്? എന്താണ്? ഓരോ നാടിനും നാട്ടുകാർക്കും അവരുടെ ജീവിത ചുറ്റുപാടിൽ നിന്നുമുണ്ടായ ആട്ടവും പാട്ടവും ഒക്കെ ഉണ്ടല്ലേ. ഇവയാണ് എന്ത്? പ്രാദേശിക നൃത്തങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തിരക്കഥ എന്നാൽ എന്ത്? എന്താണ് തിരക്കഥ? സിനിമ ചിത്രീകരിക്കുന്നതിന് സഹായകമായി വരയ്ക്കുന്ന ചിത്രങ്ങളെയാണ് നമ്മൾ സ്റ്റോറി ബോർഡ് എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, ഇനി നോക്കിയ ഒരു അഭിനേതാവിന് കഥാപാത്രമായി മാറാൻ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് ഒരു അഭിനേതാവിനെ കഥാപാത്രമായിട്ട് മാറാൻ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് ചെയ്യേണ്ടത്? എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? സിനിമ വരയ്ക്കുന്ന ചിത്രം, അതായത് വേഷവിധാനം നോക്കണം, ചമയം നോക്കണം, അതേപോലെ കഥാപാത്രത്തിന്റെ പ്രായത്തിനും സ്വഭാവത്തിനും അനുസരിച്ചുള്ള ശാരീരിക ചലനങ്ങളും ശബ്ദ ക്രമീകരണവും ഒക്കെ വേണം അല്ലേ. ഓക്കെ, ഇനി ചിത്രകലാ ലോകത്തെ ഒരു അത്ഭുതമായിരുന്നു എഡ്മണ്ട് തോമസ് ക്ലിന്റ്. കേവലം 7 വയസ്സ് വരെ മാത്രം ജീവിച്ച ക്ലിന്റ് 25,000-ഓളം ചിത്രങ്ങൾ വരച്ചു. എന്തായിരുന്നു ക്ലിന്റിന്റെ ചിത്രങ്ങളുടെ പ്രത്യേകത എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്തായിരുന്നു? തൻ്റെ ചുറ്റുപാടുകളെ തന്നെയായിരുന്നു അല്ലേ ക്ലിന്റ് കൂടുതലും ചിത്രങ്ങളായി വിഷയമാക്കി വരച്ചിരുന്നത്. ആഘോഷങ്ങൾ, ജീവജാലങ്ങൾ തുടങ്ങിയവയെല്ലാം നിറപ്പകട്ടോടെ ആവിഷ്കരിച്ചിരുന്നു. അപ്പോൾ ഇത് ക്ലിന്റിന്റെ ചിത്രങ്ങളുടെ പ്രത്യേകതകളൊന്ന് പഠിച്ചു വെക്കുക. ഇനി നോക്കിക്കേ, 11 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഉത്തരം എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. കാടിനടുത്തു കൂടെ മനോഹരമായ കാഴ്ചകൾ കൊണ്ട് നിങ്ങൾ നടന്നു പോകുകയാണ്. ദൂരെ കാട്ടാറും അതിൽ കുളിക്കുന്ന ആനകളും മാൻകൂട്ടങ്ങളും കാണാം. ഈ ദൃശ്യം നിറപ്പകിട്ടോടെ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കൂട്ടുകാർ വരച്ചു നോക്കുമല്ലോ. ഇനി 12 ചേരുംപടി ചേർക്കുക. നാടൻ പാട്ട് ഏതായിരിക്കും? കാവാലം രമ്പയിലെ നാടൻ പാട്ട്. കുമ്മാട്ടിയോ? പാള കൊണ്ടുണ്ടാക്കിയ മുഖം മൂടി. കോൽക്കളി, വന്ദനക്കളി. ലൂമിയർ സഹോദരന്മാർ സിനിമയല്ലേ. ദെൻ മഴയുമായി ബന്ധപ്പെട്ട വാക്കുകൾ വരുന്ന 5 സിനിമാ ഗാനങ്ങൾ. ഏതെങ്കിലും ഒരു 5 സിനിമാ ഗാനങ്ങൾ നിങ്ങൾ എഴുതുമല്ലോ. ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും സിനിമയെയും നാടകത്തിലെയും ഘടകങ്ങൾ തരംതിരിച്ചെഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. നാടകത്തിൽ ഏതൊക്കെയാണ്? സ്റ്റേജ്, രംഗപടം, രംഗവസ്തുക്കൾ. ഇനി സിനിമയിൽ ഏതൊക്കെയാവും? ഡബ്ബിങ്, ഛായാഗ്രഹണം, എഡിറ്റിങ്. ഡബ്ബിങ്, ഛായാഗ്രഹണം, എഡിറ്റിങ്. ഇനി ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന നൃത്തരൂപങ്ങളെ തിരിച്ചറിയുക. ഏതൊക്കെയാണ്? ഒപ്പന ഫസ്റ്റ് വൺ, ദെൻ സെക്കൻഡ് തിരുവാതിര, മാർഗംകളി. ഡി എന്താണ്? കോൽക്കളി. ഈ സംഘനൃത്തം അല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് തൊഴിൽ ഉദ്ഗ്രഥിത വിദ്യാഭ്യാസം നോക്കാം. ഈ ചിത്രങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ചിത്രം 1, ചിത്രം 2. വീടിന്റെ മുൻകാഴ്ചയും മുറിയുടെ ക്രമീകരണവും. വീടിന്റെ മുൻകാഴ്ചയും ആകാശക്കാഴ്ചയും, മുറികളുടെ ക്രമീകരണവും ആകാശക്കാഴ്ച. ഇതിൽ ഏതാണ് ആൻസർ വരിക? വീടിന്റെ മുൻകാഴ്ചയും മുറിയുടെ ക്രമീകരണവുമാണ് അല്ലേ. ഓക്കെ, ദെൻ കിഴങ്ങു വർഗ്ഗങ്ങളിൽ ഡാഷ് അടങ്ങിയിരിക്കുന്നു. എന്താണ് അടങ്ങിയിട്ടുള്ളത്? കിഴങ്ങു വർഗ്ഗങ്ങളിൽ അന്നജമാണല്ലേ. കിഴങ്ങു വർഗ്ഗങ്ങളിൽ അന്നജം അടങ്ങിയിരിക്കുന്നു. ഫുഡ് പ്ലേറ്റിന്റെ ചിത്രം നിരീക്ഷിക്കുക. ഇതിൽ 40% എന്തിനെ സൂചിപ്പിക്കുന്നു? ധാന്യങ്ങൾ, മാംസ്യം, കൊഴുപ്പ്. എന്തിനെയാണ്? നടിയിൽ മിശ്രിതം. ഫുഡ് പ്ലേറ്റിന്റെ എന്താണ്? നാരുകളാണല്ലേ. നാരുകളാണ്. എന്താണ്?
10% ധാന്യങ്ങൾ, 25% മാംസം, 25% കൊഴുപ്പ്, ദെൻ 40% ഏതാണ്? നാരുകളാണ്. 40% നാരുകൾ. ഇനി മണ്ണ്, ചാണകപ്പൊടി, ചകിരിച്ചോറ് എന്നിവ തുല്യ അളവിൽ ചേരുന്നതാണ് എന്താണ്? അതിന് പറയുന്നതാണ് നടീൽ മിശ്രിതം അല്ലേ? എന്താണ്? നടീൽ മിശ്രിതം. ഇനി താഴെ കൊടുത്തിട്ടുള്ള പട്ടിക പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തി എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അന്നജം ഏതായിരിക്കും വരിക? അന്നജം ധാന്യങ്ങൾ അല്ലേ? അന്നജം ധാന്യങ്ങൾ. ഇനി മാംസ്യമോ? മത്സ്യ മാംസാദികൾ അല്ലേ? ഇനി കൊഴുപ്പ് പാലുൽപ്പന്നങ്ങൾ, നാരുകൾ പച്ചക്കറികൾ. അപ്പോൾ ആൻസർ എ 3 വരുന്ന ഓപ്ഷൻസ് 2 ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് ബി കൂടി നോക്കാം. ബി 4, അത് രണ്ടാമത്തെ ഓപ്ഷനാണല്ലേ വരിക. ഓക്കെ, ഇനി താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഇലക്കറികൾ തിരഞ്ഞെടുത്ത് എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇലക്കറികൾ ഏതൊക്കെയാണ്? ചീര, ചേമ്പിന്താള്, മത്തനില, ക്യാബേജ് ഇവയൊക്കെ എന്താണ്? ഇലയുള്ള എന്താണ്? ഇലക്കറികളാണല്ലേ. ഇനി പൂരിത കൊഴുപ്പ് ശരീരത്തിൽ അധികമാകുമ്പോൾ ഉണ്ടാകുന്ന 4 രോഗങ്ങളുടെ പേരെഴുതുക. ഏതൊക്കെ നമുക്ക് എഴുതാം? ഹൃദ്രോഗം, സ്ട്രോക്ക്, അമിതവണ്ണം, ടൈപ്പ് 2 പ്രമേഹം. ഇതൊക്കെ എന്താണ്? പൂരിത കൊഴുപ്പ് ശരീരത്തിൽ അധികമാകുമ്പോൾ ഉണ്ടാകുന്ന രോഗങ്ങളാണല്ലേ. ഇനി ക്വസ്റ്റ്യൻ, ഏറുമാടം നിർമ്മിക്കുന്നതിന് ആവശ്യമായ സാധന സാമഗ്രികളുടെ പേരെഴുതുക. എന്തൊക്കെയാണ്? മുള, കമ്പുകൾ, കയറ്, ഓല, പുല്ലൊക്കെ അല്ലേ. ഇനി വീടുകളിലും ആകൃതിയിലും നിർമ്മാണ രീതിയിലും വ്യത്യാസം വരുത്തുന്ന കാരണമായ ഘടകങ്ങൾ ഏതെല്ലാം? എന്തെല്ലാം? ഭൂപ്രകൃതി നൽകിയിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ്? കാലാവസ്ഥ, അതുപോലെ സാമഗ്രികളുടെ ലഭ്യത എന്നിവയൊക്കെയാണ് അല്ലേ. ഇനി പരിസ്ഥിതിക്ക് അനുയോജ്യമായ ഗ്രോ ബാഗ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്തെല്ലാമാണ്? പഴയ ജീൻസ് പാൻറ്, തുണി, ചണച്ചാക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഗ്രോ ബാഗ് നിർമ്മിക്കുന്നതിനായിട്ട് ഉപയോഗിക്കാം അല്ലേ. മികച്ച കർഷകനുള്ള കേരള സർക്കാർ അവാർഡ് നേടിയ വ്യക്തിയായി അഭിമുഖം നടത്താൻ ആവശ്യമായ ചോദ്യാവലി തയ്യാറാക്കുക. കുറഞ്ഞത് 6 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു 6 ചോദ്യങ്ങൾ, നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു 6 ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.